ഹായ് മക്കളെ, +2 ബോർഡ് എക്സാം കഴിഞ്ഞല്ലേ? എന്താ നിങ്ങളുടെ പ്ലാൻ? ഒരു എഞ്ചിനീയർ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പക്ഷെ നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലേ, എഞ്ചിനീയർമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. അതായത് എഞ്ചിനീയർമാർക്കൊന്നും ജോലിയില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എല്ലാവർക്കും ജോലി ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ചിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളുടെ കരിയർ എന്താവണം, നിങ്ങളുടെ ഭാവി എന്താവണം, നിങ്ങൾക്കൊരു ജോലി കിട്ടണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് IITകളും IIITകളും NITകളുമാണ്. കാരണം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, അവിടുത്തെ ഫാക്കൽറ്റീസ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള സെമിനാറുകൾ, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്ലേസ്മെൻറ്റ്, ഇതൊന്നും ഇന്ത്യയിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തതാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കേണ്ടി വരുന്ന അതേ കോഴ്സ് തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെയും പഠിക്കുന്നുണ്ടാവുക, NITകളിലും IITകളിലൊക്കെ പഠിക്കുന്നുണ്ടാവുക. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരെ പോയിട്ട് പഠിക്കേണ്ട കാര്യം എന്താ അല്ലേ? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ സെയിം കോഴ്സ് ഉണ്ടല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞ കോഴ്സ് അല്ല, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കോളേജിന് ഒരിക്കലും ഈ പറയുന്ന ഒരു എക്സ്പോഷറോ പ്ലേസ്മെൻറ്റോ ഒന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങളുടെ കരിയർ മാറുന്നത്, അവിടെയാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർമാരെ തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു തരത്തിലുള്ള പ്ലേസ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചതുകൊണ്ടാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. സോ മക്കളെ, ഈ ഒരു വർഷം നിങ്ങൾ എഞ്ചിനീയറിംഗിന് വേണ്ടി JEEക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു വർഷം നമുക്ക് വീടിൻ്റെ കംഫർട്ട് സോണിലിരുന്ന് JEEക്ക് വേണ്ടി ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, സൈലത്തിൻ്റെ ധീര ബാച്ച് നിങ്ങൾക്കായി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ധീര ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. ആ ബാച്ചിൻ്റെ ലോഞ്ചാണ് നാളെ വൈകിട്ട് 7:30. എല്ലാവരും ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ അടുത്ത ഒരു വർഷം JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതും, നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചും ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാനും നമ്മുടെ പ്ലാൻ എന്താണെന്നും ഒക്കെ പറയുന്ന ആൾ നമ്മൾ നമ്മുടെ ലോഞ്ചിൽ എല്ലാവരും ഉണ്ടാവണം. മറക്കണ്ട, നാളെ വൈകിട്ട് 7:30.